Hello everyone, welcome back to my channel. ഇന്ന് വൈകുന്നേരം ഞാൻ എൻ്റെ അനിയത്തി കോളേജിൽ പോയിട്ട് വരുന്നതും വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ടായിരുന്നേ. എനിക്കൊന്ന് പുറത്ത് പോകണമായിരുന്നു. അങ്ങനെ ഒരു 3:30 മണിയൊക്കെ ആയപ്പോൾ എൻ്റെ അനിയത്തി വന്നിട്ടുണ്ടായിരുന്നേ. അവൾ ഇട്ടിരുന്ന ടോപ്പ് എൻ്റെ ടോപ്പാണ്. ഞാൻ എന്ത് പുതിയത് വാങ്ങിയാലും അവളും അത് ട്രൈ ചെയ്യാറുണ്ട്. ആദ്യം ഞാൻ ഹെൽമെറ്റ് എടുക്കാൻ മറന്നുപോയി. പിന്നീട് ഹെൽമെറ്റൊക്കെ വെച്ച് പുറത്തിറങ്ങിയിട്ടുണ്ട്. ഹെൽമെറ്റ് ഇല്ലെങ്കിൽ പിന്നെ ഒരു 2000-3000 രൂപ നമ്മൾ ഫൈനായിട്ട് തന്നെ കൊടുക്കേണ്ടി വരും. നമ്മൾ നെടുമങ്ങാട് തന്നെയുള്ള അക്ഷയയിലാണ് വന്നിട്ടുള്ളത്. ഇത് ഈ ബിൽഡിങ്ങിൻ്റെ 3rd ഫ്ലോറിലാണ് ഇരിക്കുന്നത്. എന്നാലും എല്ലാവരും ഇവിടെ വരാറുണ്ട്, കാരണം നല്ല സർവീസാണ്. അതുപോലെ തന്നെ ഇവിടെ വിവിധ ഫ്ലോറിലായിട്ട് തന്നെ ബ്യൂട്ടി പാർലർ, പിന്നെ എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങൾ, അങ്ങനെ എല്ലാം ഉണ്ട്. ഇതിൻ്റെ മുകളിൽ 2nd ഫ്ലോറിൽ കയറുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു വ്യൂ കിട്ടി. പിന്നെ 3rd ഫ്ലോറിൽ കയറുമ്പോൾ പറയണ്ടല്ലോ, നല്ലൊരു വ്യൂ ആണ്. ഞാൻ കമ്പ്യൂട്ടർ കോഴ്സ് പഠിച്ചിരുന്നപ്പോൾ എനിക്ക് ഇവിടെയായിരുന്നു ക്ലാസ് വന്നിട്ടുള്ളത്. ഞാൻ ഡെയിലി ഇതുപോലെ കയറി ഇറങ്ങാറുണ്ടായിരുന്നു. ഇവരുടെ മെയിൻ ഓഫീസും പിന്നെ വേറെയുള്ള കോഴ്സുകളൊന്നും ഇവിടെയല്ല. ഞാൻ പഠിച്ച കുറച്ച് കോഴ്സുകളൊക്കെ ഇവിടെയായിരുന്നു. അങ്ങനെ ഇവിടെ വരുമായിരുന്നു. പിന്നെ ഇവിടെ തന്നെ എഡ്യൂക്കേഷൻ എൻട്രൻസിൻ്റെ ഓഫീസ് ഉണ്ടായിരുന്നു. അതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് അക്ഷയ വരുന്നത്. ഇവിടെ നല്ല സർവീസാണ്. നമ്മൾ എന്ത് ചോദിച്ചാലും പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തു തരും. ഉച്ചയ്ക്ക് ശേഷം വരുന്നത് എന്തെന്ന് വെച്ചാൽ തിരക്ക് കുറവായിരിക്കും. പക്ഷേ ഇന്ന് വന്നപ്പോൾ നല്ല തിരക്കായിരുന്നു. അങ്ങനെ നമ്മുടെ അടുത്ത് കുറച്ച് നേരം ഇവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞ് അങ്ങനെ ഞാനും എൻ്റെ അനിയത്തിയും കൂടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു കോൾ വന്നപ്പോൾ പുറത്തിറങ്ങിയപ്പോഴാണ് ഞാൻ ഒന്ന് ആകാശം ശ്രദ്ധിച്ചത്. എന്ത് മനോഹരമായി കിടക്കുന്നല്ലേ. കുറേ നാളുകൾക്ക് ശേഷം ഇങ്ങനെ ആകാശമൊക്കെ നോക്കുന്നത് തന്നെ. ഹാനിയെ പുറകെ നടക്കാൻ തന്നെ നല്ല ടൈം വേണം. ഇപ്പോൾ എങ്ങനെയോ ഹാനിയെ ഉറക്കി കിടത്തിയിട്ടാണ് ഞാൻ വന്നത്. പെട്ടെന്ന് തന്നെ പോകണം, അല്ലെങ്കിൽ ഉണർന്ന് കഴിയുമ്പോൾ അവൾ ചോദിക്കും ഞാൻ എവിടെയാണ് പോയെന്ന്. പിന്നെ അവൾക്കൊരു വിഷമമാവും. അതുകൊണ്ട് അവൾ ഉണരുന്നതിന് മുന്നേ തന്നെ പോകണം. ഞാൻ എവിടെ ഒന്ന് പുറത്തിറങ്ങിയാലും ഞാൻ ഹാനിയെ കൊണ്ടുപോകും. അവളെ കൊണ്ടുപോകാതെ പോകുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമാണ്. പിന്നെ ഹൈറേരെ തല ഉറക്കാത്തതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ അവളെ കിടത്തിയിട്ട് പോകുന്നത്. അവൾ ഫുൾ ഉറക്കമായിരിക്കുമല്ലോ, അപ്പോൾ അവളെ ബുദ്ധിമുട്ടിക്കുമെന്ന് കരുതും. അങ്ങനെ അക്ഷയയിൽ പോയി എനിക്ക് കുറച്ച് പ്രിൻ്റ് എടുക്കാനുണ്ടായിരുന്നു. പിന്നെ ഹാനിക്ക് ആധാർ ഞാൻ ഇതുവരെ എടുത്തിട്ടില്ല. അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇക്കായും കൂടെ വരണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അതൊന്നും എടുക്കാൻ പറ്റാതെ നമ്മൾ നേരെ അടുത്ത് വന്നത് ഫാൻസിയിലാണേ. ഇപ്പം നമ്മുടെ കാര്യമേ നമ്മൾ മറന്നു പോകും. എനിക്കുള്ള സാധനം മുമ്പ് ഞാൻ വാങ്ങാൻ വന്നുകൊണ്ടിരുന്നത് ഇപ്പോൾ ഹാനിക്കുള്ള മേച്ചിനുള്ള ബാംഗിൾസൊക്കെ വാങ്ങാനാണ് ഞാൻ വരാറുള്ളത്. അതിനുശേഷം ഉമ്മക്ക് കുറച്ച് സാധനം വാങ്ങണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പെട്ടെന്ന് രാമചന്ദ്രയിൽ കയറി. ഇവിടെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് നമുക്ക് ഇഷ്ടത്തിന് സാധനങ്ങൾ എടുക്കാൻ പറ്റും. ഇവിടെ കയറിയപ്പോൾ തന്നെ ഫ്രൂട്ടിയൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. കുറേ നാളായി ഫ്രൂട്ടി കുടിച്ചിട്ട്. ഇടയ്ക്ക് എന്തോ ന്യൂസൊക്കെ വന്നതുകൊണ്ട് തന്നെ നമ്മളത് കുറേ നാൾ വിട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇന്ന് അതിൽ നിന്നൊന്നും എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ബർഗർ ഉണ്ടാക്കാൻ ബണ്ണ്, സ്വീറ്റ് ബ്രെഡ് അതൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഫസ്റ്റ് വരുമ്പോൾ അതാണ് എടുക്കുന്നത്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ബാസ്ക്കറ്റ് എടുക്കാൻ മറന്നുപോയി. പിന്നെ ബാസ്ക്കറ്റും എടുത്ത് പിന്നെ അടുത്ത് പോകുന്നത് വെജിറ്റബിൾസും ഫ്രൂട്ട്സൊക്കെ ഇരിക്കുന്ന സെക്ഷനിലാണ്. ഇവിടെ വന്ന് എല്ലാത്തിൻ്റെയും റേറ്റൊക്കെ നോക്കിയതിന് ശേഷം നമുക്ക് ആവശ്യമുള്ളത് മാത്രമേ എടുക്കുകയുള്ളൂ. ഇവിടെ അടുത്തായതുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യമുള്ളത് പെട്ടെന്ന് തന്നെ നമ്മൾ വാങ്ങാറുള്ളൂ. അതാകുമ്പോൾ നമുക്ക് ഫ്രഷ് സാധനം കിട്ടും. ഫ്രിഡ്ജിൽ വെച്ച് നമുക്ക് ചീത്താക്കേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ ഈ ഒരു സെക്ഷൻ എനിക്ക് നല്ലൊരു അട്രാക്റ്റീവ് തോന്നിയിട്ടുണ്ട്. നട്ട്സും എല്ലാം ഇവിടെയാണ് ഇരിക്കുന്നത്. നമുക്ക് പയറുവർഗ്ഗങ്ങളും എല്ലാം നമുക്ക് ഇവിടെ നിന്ന് തന്നെ എടുക്കാൻ പറ്റും. നമ്മൾ പറയുന്ന ഗ്രാമിന് അവർ തൂക്കി തരുകയാണ് ചെയ്യുന്നത്. ഹാനിക്ക് റാഗിയൊക്കെ കുറുക്കി കൊടുക്കുന്ന ടൈമിൽ നട്ട്സും കൂടെ പൊടിച്ചിടാറുണ്ട്. അപ്പോൾ അത് വാങ്ങാനായിട്ടാണ് നമ്മൾ വന്നത്. വാൾനട്ട്, ബദാം, കാഷ്യൂ, പിന്നെ പിസ്ത, ഇത് ഇത്രയും കൂടെ മിക്സ് ചെയ്തിട്ട് പൗഡറാക്കിയാണ് നമ്മൾ കൊടുക്കാറുള്ളത്. പിന്നെ ഞാൻ മെയിൻലി ഇവിടെ വരുമ്പോൾ എടുക്കുന്നത് ചെറിയും ഈത്തപ്പഴമാണ്. ഈത്തപ്പഴം ഇപ്പോൾ ഹാനിക്ക് കഴിക്കാൻ നല്ല മടിയാണ്. പയറുവർഗ്ഗങ്ങളൊക്കെ കഴിക്കാൻ ഹാനിക്ക് മടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ദോശയോടെയൊക്കെ മിക്സ് ചെയ്തൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കൊടുക്കാറുണ്ട്. കുറച്ചെങ്കിലും അവളെ ശരീരത്തിൽ പോകുമല്ലോ. പിന്നെ നമ്മൾ 3rd ഫ്ലോറിലേക്ക് വന്നിട്ട് എപ്പി എടുക്കാനാണ്. ഞാൻ മുമ്പൊന്നും ഇങ്ങനെ നൂഡിൽസ് ഒന്നും കഴിക്കാറില്ലായിരുന്നു. ഇപ്പോൾ ഇതിനോടൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അതുകൊണ്ട് അതൊക്കെ എടുത്തതിന് ശേഷം പാമ്പേഴ്സിനൂടെ ഓഫർ ഉണ്ടായിരുന്നു. പക്ഷേ ഞാനത് ഓൺലൈനായിട്ടാണ് വാങ്ങുന്നത്. പിന്നെ നമ്മളിത് അടുത്ത സെക്ഷനിലേക്കാണ് വന്നത്. അവിടെയാണ് കുറേ ക്ലോത്ത്സൊക്കെ ഉള്ളത്. ഒന്നും വാങ്ങിയെങ്കിൽ നമ്മൾ ഈ ഫാൻസിയുടെയും ക്ലോത്തിൻ്റെയും സെക്ഷനിൽ വന്ന് നോക്കാതെ പോവേ ഇല്ല. എന്തെങ്കിലുമൊക്കെ നോക്കുകയും ചെയ്യും. ഹാനിക്കോ ഹയറയ്ക്കോ എന്തെങ്കിലും സ്ലൈഡോ ബോയോ അങ്ങനെ എന്തെങ്കിലും വാങ്ങിക്കും. ഒരു സൈഡിലാണ് ക്ലോത്ത് വരുന്നത്, അടുത്ത സൈഡിൽ ഫുഡ് കോർട്ടായിരുന്നു. ഇവിടെ എന്തോ പണി നടക്കുന്നുണ്ട്. പുതിയ സെക്ഷൻ, ബേബി സെക്ഷൻ എന്തോ വരുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് ഇതൊക്കെ നോക്കിയതിന് ശേഷം നമ്മൾ താഴോട്ട് ഇറങ്ങി പോകുന്നുണ്ട്. സ്റ്റെപ്പിൻ്റെ അവിടെ തന്നെ കുറേ ഓഫർ ഐറ്റംസ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കെറ്റിൽ വെച്ചിട്ടുണ്ട് 499 രൂപ എന്നാണ്. ആ റേറ്റിന് നല്ല വെർത്താണ്. ഓൺലൈനിലൊക്കെ PGൻ്റെ കമ്പനിക്കൊക്കെ നല്ല റേറ്റ് വരുന്നുണ്ട്. 800 രൂപയൊക്കെ വരും. അപ്പോഴേക്കും നമ്മൾ ബിസ്ക്കറ്റൊക്കെ എടുക്കാൻ വന്നപ്പോൾ ഒരു ക്യാമറ നമ്മളെ തന്നെ നോക്കിയിരിക്കുന്നത് പോലെ തോന്നിയേ. അങ്ങനെ അവിടെ നിന്ന് ബിസ്ക്കറ്റും ചോക്കോസൊക്കെ എടുത്തിട്ട് നമ്മളത് ബില്ലിടാൻ പോകുന്നുണ്ട്. അപ്പോഴാണ് ഐസ്ക്രീം ശ്രദ്ധിച്ചത്. പിന്നെ അവിടെ നിന്ന് ഐസ്ക്രീമും ഏത് വേണമെന്നൊക്കെ ഞാനും എൻ്റെ ഡിസ്കസ് ചെയ്ത് എടുത്തതിന് ശേഷം ബില്ല് പേ ചെയ്യാനായിട്ട് നിന്നേ.
രാമചന്ദ്രനിലൊക്കെ പോകുമ്പോൾ നമ്മൾ കവർ കൊണ്ടുപോകാറുണ്ട്, അല്ലെങ്കിൽ അതിന് പ്രത്യേകം ഒരു 15 രൂപയൊക്കെ കൊടുക്കേണ്ടി വരും. നമ്മൾ എപ്പോഴും പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. ബില്ലൊക്കെ പേ ചെയ്തതിന് ശേഷം നമ്മൾ പുറത്ത് കൊണ്ടുവന്ന് സെക്യൂരിറ്റിയിൽ സീലടിക്കണം. അങ്ങനെ അതൊക്കെ ചെയ്തതിന് ശേഷം എൻ്റെ അനിയത്തി സാധനവും കൊണ്ട് പോകുന്നുണ്ട്. ഇപ്പോൾ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ഞാൻ വലിയ വെയിറ്റ് എടുക്കാത്തത് കൊണ്ടാണ് അവൾ എന്നെ കൊണ്ട് എടുപ്പിക്കാത്തത്. അങ്ങനെ കുറച്ച് സാധനമൊക്കെ അതാ സ്കൂട്ടറിൻ്റെ അകത്ത് വെക്കുന്നുണ്ട്. ഈ ടൈമിലാണ് ISRO ബസ് വരുന്നത്. ISRO ബസ് എന്ത് ആക്സിഡൻറ്റ് ഉണ്ടാക്കിയാൽ അവർക്ക് കേസില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ എല്ലാവർക്കും പേടിയാണ്. അങ്ങനെ വീട്ടിലെത്തി സാധനമൊക്കെ കൊണ്ട് വെക്കുന്നുണ്ട് അനിയത്തി. ഞാൻ ഹാനിക്കൊരു വാട്ടർ കളർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവൾ ഉറക്കമൊക്കെ എണ്ണീറ്റതിന് ശേഷം ഞാൻ അത് അവളെ കൈ കൊടുത്തു. അവൾ ഇതുവരെ ഇങ്ങനൊരു സാധനം കണ്ടിട്ടില്ല, അതുകൊണ്ടാണ് ഒരു എക്സ്പ്രഷനും ഇല്ലാതിരിക്കുന്നത്. പിന്നെ ഞാൻ പൊട്ടിച്ച് കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്ത് ചെയ്യണമെന്നുള്ളത്. അവളിങ്ങനെ നോക്കിയിരിപ്പുണ്ട് ഇതെന്താണെന്ന്. എന്നിട്ട് ഞാനൊരു ചെയറും ടേബിളൊക്കെ സെറ്റ് ചെയ്ത് പേപ്പറൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം അവൾക്ക് വാട്ടർ കളർ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുത്ത് അങ്ങനെ ഞാൻ അത് നോക്കി ചെയ്യുന്നുണ്ട്. ഇത് കിട്ടിയപ്പോൾ എൻ്റെ ഹാനി ഹാപ്പിയായി. പിന്നെ നമ്മൾ വാങ്ങിക്കൊണ്ട് വന്നതിൽ കോട്ടൂക്കൂടെ മാങ്ങ ഉണ്ടായിരുന്നേ. ഇവിടെ വന്നപ്പോൾ ഉമ്മായാണ് പറഞ്ഞ് ഇത് അതാണെന്ന്, പക്ഷെ നല്ല മണമായിരുന്നു. അങ്ങനെ അതൊന്ന് കട്ട് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ ഇരുന്ന് കട്ട് ചെയ്യുന്നുണ്ട്. മാങ്ങ കട്ട് ചെയ്യുന്നത് എനിക്ക് വലിയ ടാസ്ക്കാണ്. മാങ്ങയുടെ പകുതിയും തൊലിയിൽ തന്നെ ഇരിക്കും. പിന്നെ എങ്ങനെയൊക്കെ ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഞാൻ കട്ട് ചെയ്യണ കണ്ടപ്പോൾ തന്നെ ഉമ്മ പറഞ്ഞ് ബാക്കി ഉമ്മ ചെയ്തോളാമെന്ന്. പിന്നെ അതിൽ നിന്ന് ഒരെണ്ണം കട്ട് ചെയ്തതിന് ശേഷം ഞാൻ കഴിക്കുന്നുണ്ട്. നല്ല ടേസ്റ്റായിരുന്നു. പിന്നെ രാത്രിത്തേക്ക് ബീഫ് വരട്ടിയതും പിന്നെ നെച്ചോറുണ്ടായിരുന്നു. പിന്നെ വാപ്പാക്ക് ചപ്പാത്തി മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ വാപ്പാക്ക് ചപ്പാത്തിയും ആയിരുന്നു കഴിക്കാനായിട്ട്. അങ്ങനെ നമ്മളിതാ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നുണ്ട്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടുതൽ വീഡിയോസുമായി ഞാൻ വീണ്ടും വരുവേ.